വെള്ളാപ്പള്ളിനെ കാറിൽ കയറ്റിയ ശരിയോ തെറ്റോ അതിൻ്റെ പേരെ ഡിബേറ്റ് നടക്കുകയല്ല. ഞങ്ങളുടെ മുന്നണിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ഇവിടെയുള്ളവരൊക്കെ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇന്നലെ ശശി തരൂരിന്റെ ഒരു പ്രതികരണം ഉണ്ടായി. അത് വേറൊന്നുമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്നു എന്നുള്ള സൂചന ഉണ്ടായിരുന്നു. ആ പോരായ്മ ആ പാർട്ടിയോട് പറഞ്ഞിരുന്നു. പക്ഷെ ആ പോരായ്മ പരിഹരിക്കാത്തത് കൊണ്ടാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഇവിടെ കോർപ്പറേഷൻ ഉണ്ടാക്കാൻ കഴിയാതിരുന്നതിനാണ് ശശി തരൂർ ഇന്നലെ നൽകിയത്. എനിക്ക് ഇതിന്റെ ചാർജ് തന്നതിന് ശേഷം പരമാവധി UDF ലഭിക്കാവുന്ന വോട്ടുകൾ ഞങ്ങൾ സമാഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 10 സീറ്റ് ഇത്തവണ 19 വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. പിന്നെ BJPയുടെ ഇവിടുത്തെ വിജയത്തിൽ CPM ഒരു പങ്കൊക്കെ ഉണ്ട്. മുഖ്യമന്ത്രി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇപ്പോൾ വാർഡ് ബേസിൽ തന്നെ പരിശോധിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉറച്ച പല സീറ്റുകളുമാണ് ഇത്തവണ ഇത് തോറ്റുപോയത്. നേരെ മറിച്ച് UDF ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2020 ഞങ്ങൾ 3ാം സ്ഥാനത്ത് പോയ ചില സീറ്റുകൾ പോലെ ഇത്തവണ ഞങ്ങൾ ജയിച്ചു. ഉദാഹരണത്തിന് പട്ടം മുട്ടട വാർഡുകളിലൊക്കെ കഴിഞ്ഞ തവണ ഞങ്ങൾ 3ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ ഞങ്ങൾ ജയിച്ചു നല്ല മാർജിനോടുകൂടി. അപ്പോൾ തിരുവനന്തപുരത്ത് വോട്ട് കച്ചവടം CPM BJP ആയിട്ട് നടന്നു എന്നാണ് ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ്. പക്ഷേ അതിനിടയിൽ പോലും നല്ല രീതിയിൽ വോട്ട് സമാഹരിക്കാൻ UDF കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് നിയമവും തൃശ്ശൂരും അതിന് സമാനമാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ ഒരു കാര്യം മുഖ്യമന്ത്രി സമ്മതിച്ചല്ലോ, കഴിഞ്ഞ തവണ നിയമത്തെ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് അവരുടെ കഴിവാന്നല്ലേ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞാൽ എന്താ, 2016 കോൺഗ്രസിൽ നിന്ന് പോയ വോട്ടുകൾ ആണ് BJPയെ ജയിപ്പിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസിലേക്ക് വോട്ട് തിരിച്ചു വന്നപ്പോഴല്ലേ BJP പരാജയപ്പെട്ടു. അത് ഇപ്പോഴെങ്കിലും സംഭവിച്ചല്ലോ. പിന്നെ തൃശ്ശൂർ നടന്നതിൽ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് വോട്ട് ചേർക്കുമ്പോൾ BLOമാരൊക്കെ അവിടെ പോയിരുന്നു ഒന്ന്. BLOമാരിൽ എല്ലാവരും BJPക്കാരാണ്. എത്ര BLOമാരുണ്ടാവും BJPയുടെ സംഘടനയിൽപ്പെട്ടവർ? മഹാഭൂരിപക്ഷം CPMകാരായിരുന്നു. ഇതൊക്കെ കൂട്ടുകച്ചവടമാണ്. അത് മറച്ചു വയ്ക്കാൻ പച്ച കള്ളം പറഞ്ഞാലൊന്നും ഇവിടെ ചിലവാവില്ല. അതുകൊണ്ട് വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട്. അത് CPM BJP ആയിട്ടുള്ള വോട്ട് കച്ചവടമാണ്. 2024 തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ശശി തരൂർ പറയുന്നത്. പക്ഷെ അത് നേതൃത്വം ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ്. അല്ല, ഞാൻ പറയാം, കഴിഞ്ഞ തവണ ലോക്സഭയിൽ BJP നേടി അത്രയും ഡിഫറൻസ് ഇത്തവണ ഇല്ലല്ലോ അവർക്ക്. വട്ടിയൂർക്കാവിൽ അവർക്ക് 8000 വോട്ടിൻ്റെ ലീഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഇത്തവണ 5700 വോട്ടായിട്ട് ചുരുങ്ങിയല്ലോ. അതുപോലെ തന്നെ നേമത്തും കഴിഞ്ഞ തവണത്തെ 20,000 ലീഡുണ്ടോ തവണ, അതും താഴേക്ക് പോയില്ലേ. അപ്പോൾ എവിടെയാണ് BJPക്ക് വോട്ട് വർദ്ധിച്ചിട്ടുള്ള? എവിടെയാണ്? കഴിഞ്ഞ ലോക്സഭയേക്കാൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ 51 സീറ്റ് അവർക്ക് ലഭിച്ചെങ്കിലും അവരുടെ ഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട്. അത് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിൽ UDF ഇപ്പം തന്നെ കലഹം തുടങ്ങിയെന്നാണ് MP ഗോവിന്ദൻ പറയുന്നത്. ഗോവിന്ദൻ മാഷ് ഇടയ്ക്ക് ചില തമാശ പറയും എൻ്റെ കൂട്ടത്തിൽപ്പെട്ട. ഞങ്ങൾ ലീഗുമായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ, ഞങ്ങളും കേരള കോൺഗ്രസായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാൽ അതുപോലെയാണ് CPM CPI ആയിട്ട്. വെള്ളാപ്പള്ളിനെ കാറിൽ കയറ്റിയ ശരിയോ തെറ്റോ അതിൻ്റെ പേരെ ഡിബേറ്റ് നടക്കുകയല്ല. ഞങ്ങളുടെ മുന്നണിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ഇവിടെയുള്ളവരൊക്കെ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല.